നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ പാകിസ്ഥാൻ തനി നിറം പുറത്തെടുത്തിരിക്കുകയാണ്. ഒരു തരത്തിലും പാകിസ്ഥാനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് വീണ്ടും തെളിയിക്കുകയാണ് ഇപ്പോൾ ഇതിലൂടെ. ദിവസങ്ങൾ നീണ്ടുനിന്ന സംഘർഷങ്ങൾക്കൊടുവിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വെടിനിർത്തൽ ധാരണയായെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കഴിഞ്ഞ ദിവസം അറിയിച്ചത്. എന്നാൽ ആ അറിയിപ്പ് പുറത്തുവന്ന് മണിക്കൂറുകൾക്കകം തന്നെ പാകിസ്ഥാൻ വെടിനിർത്തൽ ധാരണ ലംഘിക്കുകയായിരുന്നു. ഇതിനെതിരെ ശക്തമായി തിരിച്ചടിക്കുമെന്ന് ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ പാകിസ്ഥാൻ വെടിനിർത്തൽ കരാർ ലംഘിച്ചതോടെ ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അപമാനിക്കപ്പെട്ടത് അമേരിക്കയാണ്. ട്രംപിന്റെ നയതന്ത്ര വിജയമാണെന്ന അമേരിക്കയുടെ അവകാശവാദത്തിനേറ്റ കനത്ത തിരിച്ചടിയാണ് പാകിസ്ഥാന്റെ ഈ ഒരു നടപടി. ഇരു രാജ്യങ്ങളും വെടിനിർത്തൽ കരാറിന് സമ്മതിച്ചെന്ന് ട്രംപാണ് ലോകത്തെ ആദ്യം അറിയിച്ചത്. അമേരിക്കയുമായുള്ള നീണ്ട ചർച്ചകൾക്കൊടുവിൽ ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്തൽ ധാരണയിലെത്തി. ബുദ്ധിപരമായ നീക്കത്തിന് ഇന്ത്യയെയും പാകിസ്ഥാനെയും അഭിനന്ദിക്കുന്നുവെന്ന് ട്രംപ് സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു. അമേരിക്കയുടെ നയതന്ത്ര വിജയമെന്ന തരത്തിൽ US സ്റ്റേറ്റ് സെക്രട്ടറിയും വിവരങ്ങൾ പങ്കുവച്ചിരുന്നു. ഇതോടെ അമേരിക്കയെ അഭിനന്ദിച്ച് വിവിധ രാഷ്ട്രങ്ങളാണ് രംഗത്തെത്തിയത്. എന്നാൽ ഇതിനൊക്കെ മണിക്കൂറുകളുടെ ആയുസ് മാത്രമാണ് പാകിസ്ഥാൻ നൽകിയത്. അമേരിക്കയുടെ വാക്കിന് പുല്ലുവില കൽപ്പിച്ച് പാകിസ്ഥാൻ അതിർത്തി മേഖലകളിലേക്ക് ഡ്രോണുകൾ വർഷിക്കുകയായിരുന്നു. ഇത് ട്രംപിനേറ്റ കനത്ത തിരിച്ചടിയായി. പാകിസ്ഥാന്റെ ഈ ഇരട്ടത്താപ്പിനെതിരെ അമേരിക്ക എന്ത് നിലപാടാണ് സ്വീകരിക്കാൻ പോകുന്നതെന്ന് ഉറ്റുനോക്കുകയാണ് മറ്റു രാജ്യങ്ങൾ. ഇതിനിടെ പാകിസ്ഥാന്റെ നീക്കം അംഗീകരിക്കാനാവാത്ത നിലപാടാണെന്നാണ് ഇന്ത്യ പ്രതികരിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം ചർച്ച നടത്തി. പാകിസ്ഥാന്റെ നടപടി അപലപനീയമാണെന്നും വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി പറഞ്ഞു. പാകിസ്ഥാൻ ഉത്തരവാദിത്തത്തോടെ പെരുമാറാൻ തയ്യാറാകണമെന്നും സാഹചര്യം മനസ്സിലാക്കണമെന്നും മിശ്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. വെടിനിർത്തൽ ധാരണകൾക്ക് വിപരീതമായ സാഹചര്യമാണ് അതിർത്തിയിലെന്നും കേന്ദ്രം കുറ്റപ്പെടുത്തി. സംഘർഷത്തിന് അയവുണ്ടാകുമെന്നാണ് വിലയിരുത്തൽ. വലിയ സംയമനമാണ് ഇന്ത്യ കഴിഞ്ഞ ദിവസം പാലിച്ചത്. വെടിനിർത്തൽ പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ ലംഘിച്ചത് അമേരിക്കയ്ക്ക് തന്നെയാണ് നാണക്കേടായി മാറിയിരിക്കുന്നത്. കാരണം വെടിനിർത്തൽ പരസ്യമായി പ്രഖ്യാപിച്ചത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപാണ്. പക്ഷേ പാകിസ്ഥാന്റെ നീക്കത്തിൽ ട്രംപും ഒടുവിൽ ഞെട്ടിയിരിക്കുകയാണ്. പ്രതിഷേധം പാകിസ്ഥാനെ അമേരിക്ക അറിയിച്ചിട്ടുണ്ട്. ജമ്മുവിലെ ഉധംപൂർ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ തൊടുത്ത ഡ്രോണുകൾ പക്ഷേ ഇന്ത്യ തടഞ്ഞിട്ടു. ഇതിനിടെ ജമ്മുവിലെ RS പുര സെക്ടറിൽ പാകിസ്ഥാൻ നടത്തിയ വെടിവയ്പിൽ അതിർത്തി രക്ഷാസേന സബ് ഇൻസ്പെക്ടർ മുഹമ്മദ് ഇംതിയാസ് വീരമൃത്യു വരിച്ചു. സംഭവത്തിൽ 7 പേർക്ക് പരിക്കേറ്റു. സുന്ദർബനി, കലാൽ, കേരി ബട്ടാൽ, നൌഷേര മേഖലകളിലും കനത്ത ഷെല്ലിംഗ് നടന്നു. ഇതിന് BSF തിരിച്ചടി ആരംഭിച്ചു. പിന്നാലെ പാകിസ്ഥാൻ ഒതുങ്ങി. അമേരിക്കയുടെ അടക്കം മധ്യസ്ഥതയിലുള്ള വെടിനിർത്തലിൽ പാകിസ്ഥാൻ പുല്ലുവിലയാണ് നൽകിയത്. ഇത് അമേരിക്ക അടക്കം ഗൗരവത്തിൽ എടുത്തു. ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പ്രഖ്യാപിച്ച സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതടക്കമുള്ള ഉപരോധ നടപടികൾക്കും മാറ്റമില്ല. ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കി. ഇന്ത്യയുടെ പാകിസ്ഥാന്റെയും സൈനിക ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാർ തമ്മിൽ ശനിയാഴ്ച വൈകിട്ട് 3:35 നടത്തിയ ടെലിഫോൺ ചർച്ചയിലാണ് വെടിനിർത്തലിന് ധാരണയായത്. വെടിനിർത്തൽ വൈകിട്ട് 5 പ്രാബല്യത്തിൽ വന്നതായും കര, കടൽ, ആകാശ മാർഗങ്ങളിലൂടെയുള്ള സൈനിക നടപടികളും വെടിവയ്പും നിർത്തിവെക്കാൻ ധാരണയായതായി വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി വ്യക്തമാക്കി. അനുരഞ്ജന നീക്കങ്ങളിൽ മധ്യസ്ഥ വഹിച്ചെന്ന് അമേരിക്ക അവകാശപ്പെട്ടെങ്കിലും മൂന്നാം കക്ഷിയുടെ ഇടപെടലില്ലെന്ന് ഇന്ത്യ വ്യക്തമാക്കി. വെടിനിർത്തലിന് ഏതെങ്കിലും തരത്തിലുള്ള ഉപാധികൾ ഇരുപക്ഷവും മുന്നോട്ട് വെച്ചിട്ടില്ല. ഇരു ഡയറക്ടർ ജനറൽമാരും തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 തുടർ ചർച്ച നടത്തും. ഈ പ്രഖ്യാപനത്തിനെ അട്ടിമറിക്കും വിധമാണ് രാത്രി 8 മണിയോടെ വീണ്ടും പാകിസ്ഥാൻ ആക്രമിച്ചത്. ഇന്ത്യയുടെ തിരിച്ചടി പാകിസ്ഥാൻ വിചാരിച്ചതിലും ഏറെയായിരുന്നു. ഇന്ത്യയും പാകിസ്ഥാനും വെടിനിർത്താനെടുത്ത തീരുമാനം എല്ലാ അർത്ഥത്തിലും ഇന്ത്യയുടെ സൈനിക നയതന്ത്ര വിജയമായിരുന്നു. ഏപ്രിൽ 22 പഹൽഗാമിൽ നടന്ന കൂട്ടക്കുരുതിയുടെ ഉത്തരവാദികൾക്ക് കൃത്യമായ മറുപടി കൊടുക്കുകയായിരുന്നു ഇന്ത്യൻ ലക്ഷ്യം. അത് കൃത്യമായി 9 സ്ഥലങ്ങളിൽ ഭീകരവാദികളെ വകവരുത്തി നിറവേറ്റി. അതിനുശേഷം പാകിസ്ഥാൻ നടത്തിയ ആക്രമണത്തെ പ്രതിരോധിച്ചു. ഇതിനൊപ്പം പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ നാശനഷ്ടവും ഉണ്ടാക്കി. അതിനുശേഷം ഇപ്പോൾ ചോദിച്ചു വാങ്ങിയ വെടിനിർത്തൽ സ്വന്തം സൈനികരെ കൊണ്ടുപോലും അനുസരിപ്പിക്കാൻ കഴിയാത്ത രാഷ്ട്രീയ ഭരണ നേതൃത്വമാണ് പാകിസ്ഥാനെ കുഴയ്ക്കുന്നത്. ഷഹബാസ് ഷെരീഫ് ഭരണകൂടം അംഗീകരിച്ച വെടിനിർത്തൽ കരാർ പാക് മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ തീർപ്പ് കൽപ്പിച്ചിട്ടും രാത്രി ഇന്ത്യൻ അതിർത്തിയിൽ ഉടനീളം ഡ്രോണും ഷെല്ലും ഉപയോഗിച്ച് ആക്രമണം നടന്നു.
പാക് സേനയിൽ ഭീകരരുടെ സ്വാധീനം ശക്തമാണെന്ന് തെളിഞ്ഞു. ഇത് അമേരിക്കയ്ക്ക് അടക്കം ബോധ്യപ്പെട്ടു. എക്കാലത്തും തീവ്രവാദികൾ ഉപയോഗിച്ചുള്ള നിഴൽ യുദ്ധമായിരുന്നു പാകിസ്ഥാൻ നടത്തിവന്നത്. ഒരു നീണ്ട യുദ്ധം പാക് ജനതയുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ ഇന്ത്യക്ക് താല്പര്യമില്ലായിരുന്നു. എന്നാൽ തീവ്രവാദ ആക്രമണങ്ങൾ വെച്ചുപൊറുപ്പിക്കുകയുമില്ല. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ഇന്ത്യ ലക്ഷ്യമിട്ടത് പൂർത്തിയാക്കാൻ സാധിച്ചു. പാകിസ്ഥാനിലെയും പാക് അധീന കശ്മീരിലെയും 9 ഭീകരവാദ കേന്ദ്രങ്ങളാണ് ഇന്ത്യ തകർത്തത്. 100ഓളം ഭീകരവാദികളും 26 മിനിറ്റ് നീണ്ട ഇന്ത്യയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. അക്കൂട്ടത്തിൽ ഇന്ത്യ ഏറെക്കാലം ലക്ഷ്യമിട്ടിരുന്ന കൊടും ഭീകരരും ഉൾപ്പെടും. റഫാൽ വിമാനങ്ങളിൽ നിന്ന് തൊടുത്ത സ്കാൽപ്, ഹാമർ മിസൈലുകൾ, ഗൈഡഡ് ബോംബുകൾ, M777 ഹൊവിസ്റ്ററുകൾ, ലോയിറ്ററുകൾ, മ്യൂണിഷൻ എന്നിവ ഉപയോഗിച്ചാണ് ഇന്ത്യ പാകിസ്ഥാനിൽ പ്രഹരമേൽപ്പിച്ചത്. ആക്രമണത്തിൽ നടുങ്ങിയ പാകിസ്ഥാൻ തിരിച്ചടിക്ക് തെരഞ്ഞെടുത്തത് തുർക്കിയിൽ നിന്ന് വാങ്ങിയ ഡ്രോണുകളെയാണ്. എന്നാൽ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അവയെ തടയുന്നതിൽ വിജയിച്ചു. കഴിഞ്ഞ 3 ദിവസത്തിനിടെ പാകിസ്ഥാൻ തുടർച്ചയായി ഇന്ത്യയെ പ്രകോപിപ്പിച്ചു. അതിന് ഇന്ത്യ കടുത്ത തിരിച്ചടി നൽകിയത് പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ്. ഇതോടെ ഇന്ത്യയുടെ ആക്രമണത്തിന്റെ ചൂട് ലാഹോറും കറാച്ചിയും വരെ അറിഞ്ഞു. ഇന്ത്യയുടെ ആക്രമണത്തിൽ പാകിസ്ഥാന്റെ റഫീഖി, മുറീദ്, ചക്ലാല, റഹീം യാർ ഖാൻ, സുക്കൂർ, ചുനൈർ, പസ്തൂർ, സിയാൽകോട്ട് തുടങ്ങിയ സൈനിക താവളങ്ങൾ തകർന്നു. ഇവിടങ്ങളിലെ സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങൾ, റഡാർ സംവിധാനങ്ങൾ, കമാൻഡ് കൺട്രോൾ കേന്ദ്രങ്ങൾ, ആയുധ സംഭരണ കേന്ദ്രങ്ങൾ എന്നിവയാണ് തകർത്തത്. ഇതിനു പുറമെ സിയാൽകോട്ട്, സർഗോദ, ജാക്കോബാബാദ്, ബൊലാരി തുടങ്ങിയ വ്യോമ താവളങ്ങൾക്കും നാശനഷ്ടങ്ങളുണ്ടായി. ഇവിടങ്ങളിലെ റഡാർ സംവിധാനങ്ങളും ആയുധങ്ങളും തകർന്ന് തരിപ്പണമായി. നിയന്ത്രണ രേഖയിൽ ഇന്ത്യയിലെ സാധാരണക്കാരെ പാക് സൈന്യം ലക്ഷ്യമിട്ടതോടെ പാകിസ്ഥാന്റെ മിലിറ്ററി പോസ്റ്റുകൾ ഇന്ത്യ ടാങ്ക് വേദ മിസൈലുകൾ ഉപയോഗിച്ച് തകർത്ത് കളഞ്ഞു. മാത്രമല്ല അവരുടെ കമാൻഡ് സെന്ററുകളും ലോജിസ്റ്റിക് സൗകര്യങ്ങളും നശിപ്പിച്ചു. ഇതോടെ തുടർച്ചയായി ആക്രമിക്കാനുള്ള ശേഷി പാകിസ്ഥാന് കുറഞ്ഞു. ഭാവിയിലുണ്ടാകുന്ന ഏത് ഭീകരാക്രമണത്തിനും പാകിസ്ഥാന്റെ പങ്ക് തെളിഞ്ഞാൽ അത് യുദ്ധപ്രഖ്യാപനമായി കണക്കാക്കുമെന്ന നയമാണ് ഇന്ത്യ സ്വീകരിച്ചത്. ഭീകരവാദത്തോടും അതിനെ പിന്തുണയ്ക്കുന്നവരോടും ചർച്ചയില്ല, സൈനികമായി തന്നെ മറുപടി എന്ന നയത്തിലേക്ക് പ്രഖ്യാപിതമായി ഇന്ത്യ മാറിയതോടെ പാകിസ്ഥാൻ കൂടുതൽ പ്രകോപനത്തിന് മുതിരില്ല എന്നാണ് കരുതുന്നത്.